കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായിരിക്കെ കടുത്ത വിമർശനവുമായി എൽ.ഡി.എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എം വിജയകുമാർ എത്തിയിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം മുതൽ രാജീവ് ചന്ദ്രശേഖർ ചെയ്തതൊക്കെ ചട്ടലംഘനമാണെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം തിരുവനന്തപുരത്തെ ബി.ജെ.പി ഇതര ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ സ്വീകരിച്ചതോടെ പരിഭ്രാന്തരായ എൽ.ഡി.എഫ് നേതൃത്വം തെറ്റായ പരാതികളുമായി മുന്നോട്ട് പോവുകയാണെന്നാണ് എൻ.ഡി.എ പാർലമെന്റ് മണ്ഡലം കൺവീനർ അഡ്വക്കേറ്റ് വി രാജേഷ് പറയുന്നത്. പൂജപ്പുര എൽ.ബി.എസിൽ കഴിഞ്ഞ ദിവസം എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ 10:30-നും എൻ.ഡി.എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ 11 മണിക്കും വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ഒരേ സ്ഥാപനത്തിൽ ഒരേ ദിവസം നടന്ന 2 പരിപാടികളിൽ ഒന്നുമാത്രം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാകുന്നതെന്നും രാജേഷ് ചോദിച്ചു. 5 വർഷം കൊണ്ട് തിരുവനന്തപുരത്തെ 5 ലക്ഷം യുവാക്കളെ തൊഴിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റുമെന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രഖ്യാപനം തലസ്ഥാനത്തെ യുവജനങ്ങളും മാതാപിതാക്കളും ഇതിനോടകം സ്വീകരിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, ദുരിതമനുഭവിക്കുന്ന പൊഴിയൂർ ഉൾപ്പെടെയുള്ള തീരദേശ മേഖലയിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന തരത്തിലുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടപെടൽ ന്യൂനപക്ഷ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഉണ്ടാക്കിയ മാറ്റം എൽ.ഡി.എഫിനെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മികച്ച വിജയം നേടും. സമ്പൂർണ്ണ പരാജയമായ യു.ഡി.എഫ് എം.പിയെ ജനങ്ങളും പാർട്ടി പ്രവർത്തകരും പോലും കൈയൊഴിയുന്ന സാഹചര്യത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ സ്വാധീനിക്കുവാനുള്ള എൽ.ഡി.എഫ് പരിശ്രമത്തിന്റെ ഭാഗമായാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥിക്കെതിരെ തെറ്റായ പ്രചാരണം നടത്തുന്നത് എന്നും വി രാജേഷ് ആരോപിച്ചു. എന്നാൽ അതേസമയം കേന്ദ്രമന്ത്രി എന്ന പദവി ഉപയോഗിച്ച് പൊതുപരിപാടികൾ സംഘടിപ്പിച്ച് വോട്ട് തേടുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നായിരുന്നു എൽ.ഡി.എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എം വിജയകുമാർ ആരോപിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന് എൽ.ഡി.എഫ് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഗൗരവമേറിയൊരു പ്രശ്നമാണ്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി, അദ്ദേഹം യൂണിയൻ മിനിസ്റ്ററാണ്, ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രിയാണ്, ശ്രീ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിലെ തിരുവനന്തപുരം പാർലമെൻറ്റിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി. അദ്ദേഹം കഴിഞ്ഞ 4-ാം തീയതിയാണ് ഇവിടെ വരുന്നത്. അതിനു മുമ്പല്ല, 4-ാം തീയതി എത്തുന്നതേ ഉള്ളൂ. 4-ാം തീയതിക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിയമലംഘനമാണ്. സാധാരണ ഏതെങ്കിലും ഒരു കാര്യം മാത്രമാണല്ലോ നമ്മൾ പറയുക, ഇതങ്ങനെയല്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ എന്ന പേരിലല്ല, യൂണിയൻ മിനിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരൻ, യൂണിയൻ മിനിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരൻ എന്നാണ് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതാ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ ഉണ്ടായ സംഭവം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം മുതലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇന്നലെ അദ്ദേഹം യൂണിയൻ മിനിസ്റ്റർ എന്ന കപ്പാസിറ്റിയിൽ LBSൽ 2 ദിവസത്തിന് മുമ്പ് ഔദ്യോഗികമായിട്ട് കുട്ടികളുടെ യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടു. പ്രിൻസിപ്പലിനോടും ഡയറക്ടറോടും ആവശ്യപ്പെട്ടുകൊണ്ട് ആ യോഗം വിളിച്ച് അദ്ദേഹം അഡ്രസ്സ് ചെയ്തു. യൂണിയൻ മിനിസ്റ്റർ എന്ന പേരിൽ. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അദ്ദേഹം മിനിസ്റ്റർ അല്ല. സ്ഥാനാർത്ഥിയാണെങ്കിൽ അദ്ദേഹം മിനിസ്റ്റർ അല്ല. സ്ഥാനാർത്ഥി അല്ലാത്തവർക്കും മിനിസ്റ്റർ എന്ന് പറയാം. അദ്ദേഹത്തിന് മിനിസ്റ്റർ എന്ന് പറയാനേ പറ്റില്ല, പറഞ്ഞുകൂടാ. അദ്ദേഹം മിനിസ്റ്റർ അല്ല. അദ്ദേഹം ഒരു സാധാരണ പൗരനാണ്, ഇന്ത്യൻ പൗരനാണ്, അത്രയേ ഉള്ളൂ. അദ്ദേഹം പരസ്യം, ഇതിൻ്റെ കോപ്പി ഞങ്ങൾ തരുന്നുണ്ട് കേട്ടോ, ഇതിൻ്റെ കോപ്പിയെല്ലാം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇദ്ദേഹം അത് ചെയ്തു. തികച്ചും നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. വെച്ചാൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റ ചട്ടങ്ങളെല്ലാം നഗ്നമായി ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഓരോ സ്ഥലത്തും പോയി കേന്ദ്രമന്ത്രി എന്ന നിലയിലാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബി.ജെ.പിക്കാരൻ പറയുന്നതും കേന്ദ്രമന്ത്രി വരുന്നു, രാജീവ് ചന്ദ്രശേഖരനല്ല, കേന്ദ്രമന്ത്രി വരുന്നു, എന്താ നിവേദനം കൊടുക്കാനുള്ളത്, എന്താ നിവേദനം? ഇതൊരു പരസ്യമായ രഹസ്യമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അത്ര ഗൗരവമുള്ള പ്രശ്നമാണ്. ഓരോ ദിവസവും കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം സ്ഥാപനങ്ങളിൽ പോവുക, വ്യക്തികളെ കാണുക, നിവേദനങ്ങൾ വാങ്ങുക,
ഉറപ്പ് കൊടുക്കുക. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇടതുമുന്നണി തിരുവനന്തപുരം മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് എം വിജയകുമാർ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത്. അദ്ദേഹത്തിന്റെ ഈ ആരോപണങ്ങൾക്കെല്ലാം മറുപടി എന്നോണമാണ് ഇപ്പോൾ വി രാജേഷ് രംഗത്ത് വന്നിരിക്കുന്നത്.